നൂറ്റാണ്ടുകളായി ലോകമെമ്പാടുമുള്ള മനുഷ്യർ പ്രകൃതി ദുരന്തങ്ങൾക്ക് മുമ്പ് മൃഗങ്ങളുടെ ഭയാനകമായ പെരുമാറ്റം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വരാനിരിക്കുന്ന പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാൻ മൃഗങ്ങൾക്കും പക്ഷികൾക്കും കഴിയുമെന്നാണ് ഇവ കാണിക്കുന്നത്. 2004 ഡിസംബർ 26 ലോകം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിലൊന്ന് നമ്മുടെ തീരങ്ങളെ വിറപ്പിച്ചു. ഇന്തോനേഷ്യയിൽ നിന്നും ഉത്ഭവിച്ച 9.1 തീവ്രത രേഖപ്പെടുത്തിയ കടലിൽ രൂപം കൊണ്ട ഭൂകമ്പം, സുനാമി, അത് സൃഷ്ടിച്ച വൻ തിരമാലകളെ കണ്ട് മനുഷ്യൻ പകച്ചു നിന്നു. തീരപ്രദേശങ്ങളിലൂടെ 9 മീറ്റർ, ഏതാണ്ട് 30 അടി ഉയരത്തിൽ ഉയർന്നു പൊങ്ങിയ തിരമാലകൾ കടൽ ഭിത്തികളെ ഇടിച്ച് തകർത്ത് താണ്ഡവമാടി. ഈ സുനാമി പൊട്ടിപ്പുറപ്പെടുന്നതിന് മണിക്കൂറുകൾക്ക് മുന്നേ തന്നെ ആനകൾ ഉയർന്ന സ്ഥലങ്ങളിലേക്ക് ഓടിക്കയറി. ഫ്ലെമിംഗോസ് പക്ഷികൾ താഴ്ന്ന പ്രദേശങ്ങൾ വിട്ടുപോയി. നായ്ക്കൾ വീടിന് പുറത്തേക്ക് ഇറങ്ങുവാൻ വിസമ്മതിച്ചു. ദൃക്സാക്ഷി വിവരണങ്ങളാണ് ഈ പ്രസ്താവനകൾക്ക് ആധാരം. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ രൂപം കൊണ്ട ഈ ദുരന്തം പല രാജ്യങ്ങളിലായി 2.25 ലക്ഷത്തിലധികം ജീവനുകളാണ് അപഹരിച്ചതെന്ന കാര്യം നിങ്ങളെല്ലാവരും ഞെട്ടലോടെ ഓർക്കുന്നുണ്ടാകും. മനുഷ്യനെ ഒഴികെയുള്ള ജീവജാലങ്ങൾക്ക് ദുരന്തങ്ങൾ നേരത്തെ മനസ്സിലാക്കാൻ എങ്ങനെ കഴിയുന്നു? ഭൂകമ്പങ്ങൾ പ്രവചിക്കാൻ വളരെ പ്രയാസമുള്ളതിനാൽ ഈ കണ്ടെത്തലുകൾ ഒരു ചോദ്യമുയർത്തുന്നു. മൃഗങ്ങളുടെ നിരീക്ഷണത്തിലൂടെ യഥാർത്ഥത്തിൽ ഭൂകമ്പങ്ങൾ പ്രവചിക്കാനും അങ്ങനെ അവ വരാനിരിക്കുന്ന ദുരന്തങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് മനുഷ്യർക്ക് നൽകുവാനും കഴിയുമോ? ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് മൃഗങ്ങളുടെ 6ാം ഇന്ദ്രിയത്തിന് പിന്നിലെ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളതാണ്. നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും റോംബസ് സയൻസിൻ്റെ സയൻസ് ആൻഡ് ടെക് വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം നമുക്ക് ഭൂകമ്പങ്ങളെക്കുറിച്ച് സംസാരിക്കാം. ഒരു ഭൂകമ്പം ഉണ്ടാകുമ്പോൾ 2 തരം തരംഗങ്ങളാണ് പുറപ്പെടുവിക്കുന്നത്. പ്രൈമറി തരംഗങ്ങൾ അഥവാ പി വേവ്സ്, സെക്കൻഡറി തരംഗങ്ങൾ അഥവാ എസ് വേവ്സ്. ഇതിൽ പി വേവ്സ് വേഗത്തിൽ സഞ്ചരിക്കും. അവ സഞ്ചാര ദിശയിൽ തന്നെ പ്രകമ്പനം ചെയ്യുന്നു. അതായത് അവ ലോഞ്ചിറ്റ്യൂഡൽ തരംഗങ്ങളാണെന്നർത്ഥം. അതിൻ്റെ പ്രകമ്പനം മനുഷ്യർക്ക് തിരിച്ചറിയാൻ കഴിയില്ല. അതിനുശേഷം എത്തുന്ന എസ് വേവ്സ്, അതാണ് കെട്ടിടങ്ങൾ തകർക്കുന്നതും നമ്മൾ അറിയുന്നതുമായ കുലുക്കം ഉണ്ടാക്കുന്നതും. ഇതിൽ തരംഗങ്ങളുടെ സഞ്ചാര ദിശയ്ക്ക് ലംബമായാണ് വൈബ്രേഷൻ സംഭവിക്കുന്നത്. ഈ 2 തരംഗങ്ങളും ഒരു സിസ്മോഗ്രാഫിൽ എത്തുന്ന സമയവ്യത്യാസം കണക്കാക്കിയാണ് ഭൂകമ്പത്തിൻ്റെ പ്രഭവസ്ഥാനം അഥവാ എപ്പി സെൻറ്റർ കണക്കാക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല എങ്കിലും പി വേവ്സ് എന്ന ശബ്ദതരംഗങ്ങളെ ആന, പക്ഷികൾ, നായ് തുടങ്ങിയ ജീവികൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. മനുഷ്യൻ്റെ ചെവിക്ക് കേൾക്കാൻ കഴിയാത്ത 20 ഹെർട്സിന് താഴെയുള്ള ശബ്ദങ്ങളെ ഇൻഫ്രാ സൗണ്ട്സ് എന്നാണ് വിളിക്കുന്നത്. നേരത്തെ പറഞ്ഞ പി വേവ്സ് ഇൻഫ്രാ സൗണ്ടാണ്. കിലോമീറ്ററുകളോളം ദൂരെയുള്ള ആശയവിനിമയത്തിന് ആനകൾ ഇൻഫ്രാ സൗണ്ട് ഉപയോഗിക്കുന്നു. അവയുടെ ഉയർന്ന ഗ്രാഹ്യതയുള്ള ചെവികളിലൂടെ മാത്രമല്ല, വലിയ കാലുകളിലെയും തുമ്പിക്കൈകളിലെയും പ്രത്യേക സെൻസറി കോശങ്ങളിലൂടെയും ഈ താഴ്ന്ന ആവൃത്തിയിലുള്ള വൈബ്രേഷനുകൾ പിടിച്ചെടുക്കുന്നു. ഈ കമ്പനങ്ങൾ അസ്ഥികളിലൂടെ മധ്യകർണത്തിലേക്ക് കൈമാറുന്നു. ആനകളുടെ പാദങ്ങളിലെ ഈ ഇൻഫ്രാ സൗണ്ട് തിരിച്ചറിയാൻ കഴിയുന്ന സെൻസറുകളിലൂടെ കിലോമീറ്ററുകൾക്കപ്പുറം ഭൂമിക്കടിയിലുണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും ഒരു ടെലിഗ്രാം സന്ദേശം പോലെ ലഭിക്കുന്നു. ആനയുടെ പാദങ്ങളിലെ ത്വക്കിലെ ഞരമ്പുകളും കൊഴുപ്പുള്ള കുഷനുകളും സമ്മർദ്ദത്തിനും ചലനത്തിനും, പ്രത്യേകിച്ച് കമ്പനങ്ങൾക്കും പ്രതികരിക്കുന്നു. ഒരു കാൽ ഉയർത്തുന്നതിലൂടെ അവയ്ക്ക് മറ്റേ കാൽ നിലത്തേക്ക് കൂടുതൽ ആഴത്തിൽ അമർത്തി കമ്പനങ്ങളുടെ ദിശ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുമെന്നതാണ് വസ്തുത. അതേപോലെ തന്നെ നായ്ക്കൾക്ക് തീവ്രമായ കേൾവിശക്തിയുണ്ട്. മാത്രമല്ല, അവയ്ക്ക് മനുഷ്യനേക്കാൾ വളരെ വിശാലമായ ആവൃത്തികൾ കേൾക്കാൻ കഴിയുന്നു. ഇത് പ്രാരംഭ പി തരംഗങ്ങൾ മനസ്സിലാക്കാൻ അവയെ പ്രാപ്തമാക്കുന്നു. മനുഷ്യർക്ക് സാധാരണയായി എസ് തരംഗങ്ങൾ മാത്രമേ അനുഭവപ്പെടൂ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. നേരത്തെ എത്തുന്ന പി തരംഗങ്ങൾ
ആദ്യം തിരിച്ചറിയുന്നത് കൊണ്ടാണ് മനുഷ്യരെക്കാൾ മുമ്പേ തന്നെ ഭൂകമ്പം പോലുള്ള ദുരന്തങ്ങൾ മൃഗങ്ങൾ മുൻകൂട്ടി അറിയുന്നത്. കരയിലുള്ളവർ മാത്രമല്ല, കടലിലെ ജീവികളും ഈ കാര്യത്തിൽ മിടുക്കരാണ്. ചുഴലിക്കാറ്റുകൾക്ക് ഭീമാകാരമായ തിരമാലകൾ ഏതാണ്ട് 60 അടി വരെ ഉയരത്തിൽ സൃഷ്ടിക്കാൻ കഴിയും. കൂടാതെ വെള്ളത്തിനടിയിലുള്ള പ്രവാഹങ്ങളുടെ ശക്തമായ മാറ്റം, അതായത് ശക്തമായ അടിയൊഴുക്കുകൾക്ക് 300 അടി വരെ ആഴത്തിലെത്താം. ഇത് സമുദ്രത്തിൻ്റെ ആഴത്തിലുള്ളതും ഉപരിതലത്തിലുള്ളതുമായ ജലം കൂടിച്ചേരുവാനിടയാക്കുന്നു. അതുമൂലം ഓക്സിജൻ്റെ അളവിലും ലവണാംശത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് പറയേണ്ടതില്ലല്ലോ. ഇവയെല്ലാം സമുദ്രജീവികൾക്ക് മാരകമായേക്കാം. ഒരു ചുഴലിക്കാറ്റ് വരുന്നതിന് മുമ്പ് അന്തരീക്ഷ മർദ്ദത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. സ്രാവുകൾ ഈ മർദ്ദവ്യത്യാസം പെട്ടെന്ന് തിരിച്ചറിയുകയും അവ ഉടൻ ആഴക്കടലിലേക്ക് മാറുകയും ചെയ്യും. മറ്റൊരു രസകരമായ കാര്യം ഇറ്റലിയിൽ നടന്ന ഒരു പഠനമാണ്. 2009 ലക്കിലയിലുണ്ടായ ഭൂകമ്പത്തിന് 5 ദിവസം മുമ്പ് അവിടുത്തെ തവളകൾ കൂട്ടത്തോടെ ആ പ്രദേശം വിട്ടുപോയി. ശാസ്ത്രജ്ഞർ പറയുന്നത് ഇതാണ്: ഭൂമിക്കടിയിലെ പാറകൾ അമിതമായി സമ്മർദ്ദത്തിലാകുമ്പോൾ വായുവിലേക്ക് അയോണുകൾ, ചാർജ്ഡ് പാർട്ടിക്കിൾസ് പുറത്തേക്ക് വിടുന്നു. ഇത് ജലത്തിലെ രാസഘടന മാറ്റുകയും തവളകൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് തവളകൾ ഭൂകമ്പം സെൻസ് ചെയ്യുന്നത്. ഭൂമി ഒരു വലിയ കാന്തം പോലെയാണ്. മിക്ക പക്ഷികളും കടലാമകളും ഈ കാന്തിക മണ്ഡലം ഉപയോഗിച്ചാണ് വഴി കണ്ടെത്തുന്നത്. ഭൂകമ്പത്തിന് മുമ്പ് ഈ കാന്തിക മണ്ഡലത്തിൽ നേരിയ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. ഇത് പക്ഷികളെ ആശയക്കുഴപ്പത്തിലാക്കുന്നു. വരിവരിയായി പറക്കുന്ന പക്ഷികൾ പെട്ടെന്ന് ദിശ തെറ്റി പറക്കുന്നത് ഒരു വലിയ പ്രകൃതി മാറ്റത്തിൻ്റെ സൂചനയായിരിക്കാം. ഇത്രയൊക്കെ പറഞ്ഞാലും ശാസ്ത്രലോകം മൃഗങ്ങളെ ഒരു വാർണിംഗ് സിസ്റ്റമായി പൂർണ്ണമായും അംഗീകരിച്ചിട്ടില്ല. അതെന്തുകൊണ്ടാണ്? ഒന്നാമത്തെ കാരണം കൺഫർമേഷൻ ബയാസാണ്. ഒരു നായ കുരയ്ക്കുകയും പിന്നാലെ ഭൂകമ്പം ഉണ്ടാകുകയും ചെയ്യുന്നിരിക്കട്ടെ, അത് നമ്മൾ ഓർത്തു വയ്ക്കും. എന്നാൽ നായ കുരയ്ക്കുകയും ഒന്നും സംഭവിക്കാതിരിക്കുകയും ചെയ്താൽ നമ്മൾ ശ്രദ്ധിക്കത്തേയില്ല. ഇതിനെയാണ് കൺഫർമേഷൻ ബയാസ് എന്ന് പറയുന്നത്. രണ്ടാമതായി, എല്ലാ മൃഗങ്ങളും ഒരേപോലെ പ്രതികരിക്കാറില്ല. കൃത്യമായ ഡാറ്റ ഇല്ലാത്തതിനാൽ ഗവൺമെൻറ്റുകൾക്ക് മൃഗങ്ങളുടെ പെരുമാറ്റം മാത്രം നോക്കി ഒരു നഗരം ഒഴിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ സാറ്റലൈറ്റുകളും സിസ്മോഗ്രാഫുകളും തന്നെയാണ് ഇന്നും നമ്മുടെ പ്രധാന ആശ്രയം. ചുരുക്കത്തിൽ, മൃഗങ്ങൾക്ക് മാന്ത്രിക ശക്തിയൊന്നുമില്ല. മറിച്ച് പരിണാമത്തിലൂടെ അവർ നേടിയെടുത്ത അതീന്ദ്രിയമായ സെൻസിറ്റിവിറ്റിയാണത്. പ്രകൃതിയുമായുള്ള നമ്മുടെ ബന്ധം വിട്ടുപോയപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ട ആ കഴിവ് മൃഗങ്ങൾ ഇന്നും കാത്തു സൂക്ഷിക്കുന്നു. മൃഗങ്ങളുടെ ശരീരത്തിൽ പ്രകൃതിദത്തമായി നിലനിൽക്കുന്ന സെൻസറുകൾക്ക് കൃത്രിമമായി നമ്മൾ നിർമ്മിക്കുന്ന ഉപകരണങ്ങളെക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഒരേ സമയം കൈകാര്യം ചെയ്യാൻ കഴിയും. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഡിജിറ്റൽ സീസ്മോമീറ്ററുകൾ യഥാർത്ഥത്തിൽ മൃഗങ്ങളുടെ സെൻസറുകളേക്കാൾ കൂടുതൽ ദൂരത്തു നിന്നുള്ള തരംഗങ്ങൾ രേഖപ്പെടുത്താൻ ശേഷിയുള്ളവയാണ്. എന്നാൽ മൃഗങ്ങൾ അവയുടെ പ്രതികരണത്തിലൂടെ നമുക്ക് തരുന്ന ആ മുൻകൂർ മുന്നറിയിപ്പ് ഒരു യന്ത്രത്തിന് നൽകാൻ കഴിയുന്നില്ല. അതാണ് വാസ്തവം. ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ശാസ്ത്രജ്ഞർ ഇപ്പോൾ ബയോമിമിക്രി എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മൃഗങ്ങളുടെ പാദങ്ങളുടെ ഘടന അനുകരിക്കുന്ന സെൻസറുകൾ നിർമ്മിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വളർത്തുമൃഗങ്ങൾ ഇങ്ങനെ വിചിത്രമായി പെരുമാറിയിട്ടുണ്ടോ? കമൻറ്റ് ബോക്സിൽ ദയവായി രേഖപ്പെടുത്തുക. ശാസ്ത്രലോകത്തെ കൂടുതൽ കൗതുകകരങ്ങളായ വിശേഷങ്ങൾക്കായി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ വളരെ നന്ദി, നമസ്കാരം.